മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. 4 തവണ MLA-യുമായിരുന്നു. അതേസമയം തന്നെ വിടവാങ്ങിയത് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവാണ്. വിവരങ്ങളുമായി ആദർശ് മുക്കട ചേരുന്നുണ്ട്. ആദർശ്, ഇപ്പോൾ മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന വി.കെ. ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചിരിക്കുന്നു. അസുഖബാധിതനായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം? രമ്യ, അദ്ദേഹം ഏറെക്കാലമായി അസുഖബാധിതനായിരുന്നു. ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അന്തരിക്കുമ്പോൾ 74 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 4 തവണ MLA-യും, അതായത് അദ്ദേഹം അവസാനമായി വിജയിക്കുന്നതും മന്ത്രിയാകുന്നതും ഒക്കെ കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ്. അതിനു മുമ്പ് ഇപ്പോഴത്തെ കളമശ്ശേരിയുടെ മുൻ രൂപമായ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ നിന്നായി 2 തവണ അദ്ദേഹം MLA ആയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF-ലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് 2001-ലും 2006-ലും മട്ടാഞ്ചേരിയിൽ നിന്ന് മത്സരിച്ചു. 2 തവണയും വിജയം അദ്ദേഹത്തിനൊപ്പമായിരുന്നു. തുടർന്ന് 2011-ലും 2016-ലും കളമശ്ശേരിയിൽ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. കളമശ്ശേരി മണ്ഡലത്തിന്റെ ആദ്യ MLA ആയിരുന്നു ശ്രീ വി.കെ. ഇബ്രാഹിം കുഞ്ഞ്. 2005 മുതൽ 2006 വരെ 1 വർഷക്കാലം വ്യാവസായിക സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചപ്പോഴായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്. തുടർന്ന് 2011 മുതൽ 2016 വരെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് 4 തവണയാണ് അദ്ദേഹം മന്ത്രിയായത്, MLA ആയത്. നിലവിൽ മുസ്ലിം ലീഗിന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്നു അദ്ദേഹം. ദീർഘകാലമായ അസുഖബാധിതനായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പക്ഷെ അസുഖം മൂർച്ഛിക്കുന്നതും തുടർന്ന് ആശുപത്രിയിലാവുന്നതും. തുടർന്നാണ് അദ്ദേഹം ഇന്ന് വൈകുന്നേരം 3:40 മരണത്തിന് കീഴടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനുള്ളിൽ തന്നെ കളമശ്ശേരിയിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് നാളെയാകും അദ്ദേഹത്തിന്റെ കബറടക്കം ഉൾപ്പെടെയുള്ള മറ്റ് ചടങ്ങുകൾ നടക്കുക. അദ്ദേഹം മരണവുമായി അന്തരിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, നേതാക്കൾ എല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 3:40 അദ്ദേഹം വിടവാങ്ങുന്നത്. ഇന്നലെയാണ് അദ്ദേഹത്തിനെ വീണ്ടും അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 4 തവണയാണ് അദ്ദേഹം MLA ആയത്. ഇതിൽ 2 തവണ മന്ത്രിയായി. ആദ്യം കേവലം 1 വർഷക്കാലം വ്യാവസായിക മന്ത്രിയായും പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയുമായി. പൊതുമരാമത്ത് മന്ത്രിയായ സമയത്ത് 400-ലേറെ പാലങ്ങളാണ് അദ്ദേഹം പുതുതായി നിർമ്മിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. മന്ത്രിയായപ്പോഴൊക്കെയും പൊതുസമൂഹത്തിന് എപ്പോഴും നല്ല അംഗീകാരം ലഭിച്ചിരുന്ന ഒരു മന്ത്രിയായിരുന്നു. മികച്ച ജനപ്രതിനിധിയായിരുന്നു. സൗമ്യനായ രാഷ്ട്രീയ നേതാവായിരുന്നു. മധ്യ കേരളത്തിൽ മുസ്ലിം ലീഗ് പോലൊരു രാഷ്ട്രീയ പാർട്ടിയെ കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കൃത്യമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അന്തരിച്ച ഇബ്രാഹിം കുഞ്ഞ്. സാധാരണ നിലയിൽ മലബാർ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ കൃത്യമായി വേരുണ്ടാക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച ഒരാളായിരുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളുമായി ആഴത്തിലുള്ള അടുപ്പം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിന്നും മകനായിരുന്നു സീറ്റ് നൽകിയിരുന്നത്. എന്നാൽ ഇന്നത്തെ മന്ത്രി പി രാജീവിനോട് മകൻ പരാജയപ്പെടുകയായിരുന്നു. വിടവാങ്ങുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ സൗമ്യനായി ഇടപെട്ട് മികച്ച ജനപ്രതിനിധിയായി തുടർന്ന ഒരു ആളെയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനും കേരള രാഷ്ട്രീയത്തിനും ഇബ്രാഹിം കുഞ്ഞിന്റെ വേർപാടോടെ നഷ്ടമാകുന്നത്. തീർച്ചയായും ആദർശ്, നമുക്കറിയാം മധ്യ കേരളത്തിലെ ലീഗിന്റെ ഒരു ജനകീയ മുഖം തന്നെയായിരുന്നു അദ്ദേഹം. ജനങ്ങളൊക്കെ മനസ്സിൽ ഇടം പിടിച്ച ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. വിട പറയുമ്പോഴും വലിയൊരു വേദന, അത് ലീഗിന്റെ ഭാഗത്തു നിന്നാണ് വലിയൊരു വിടവാണ് ഇതോടെ വരുന്നത്. രമ്യ, ലീഗിന്റെ നേതാക്കളെ സംബന്ധിച്ചും പ്രവർത്തകരെ സംബന്ധിച്ചും മാത്രമല്ല, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൃത്യമായ ജനങ്ങളുമായി അടുപ്പമുള്ള മികച്ച ജനപ്രതിനിധിയായി തുടർന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ കാലയളവിന്റെ ഏറ്റവും അവസാന കാലത്ത് ഉയർന്നു വന്ന
പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട ചില അഴിമതി ആരോപണങ്ങൾ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി ജനങ്ങൾ പിന്തുടർന്നിട്ടുള്ള അല്ലെങ്കിൽ ജനകീയനെന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രിയായപ്പോഴൊക്കെയും അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാകട്ടെ ജനകീയ ഇടപെടലുകളാകട്ടെ എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തോടു കൂടി നഷ്ടമാകുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിനാകെ, പ്രത്യേകിച്ച് കളമശ്ശേരി മണ്ഡലം രൂപീകരണം മുതൽ നയിച്ചൊരു MLA ആയിരുന്നു. ഈ കളമശ്ശേരി മണ്ഡലത്തിന് മുൻ രൂപമായ മട്ടാഞ്ചേരിയിലാണ് അദ്ദേഹം ആദ്യമായി മത്സരിക്കുന്നത്. മട്ടാഞ്ചേരിയിൽ തുടർച്ചയായ 2 തവണ വിജയിച്ചു, പിന്നീട് 2 തവണ കളമശ്ശേരിയിലും വിജയിച്ചു. അങ്ങനെ 4 തവണയാണ് മധ്യ കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ MLA ആയി അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.